അന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ക്രോണിക് ബാച്ചിലർ. അതിൻ്റെ ഒപ്പം തിയേറ്ററിൽ പ്രിയദർശൻ മോഹൻലാലിൻ്റെ വൻ പ്രതീക്ഷയോടെ ഇറങ്ങി കിളിച്ചുണ്ട മാമ്പരമുണ്ട്. ദിലീപിൻ്റെ ജയരാജ് റാഫി മെക്കാട്ടിനെ എഴുതുന്ന ജയരാജ് സംവിധാനം ചെയ്യുന്ന തിളക്കം സിനിമയുണ്ട്. സിബി മലയിൽ ജയറാമിൻ്റെ എൻ്റെ വീട് അപ്പൂൻ്റെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് തിളക്കമാണോ കളക്ഷൻ വൈസ് എന്നറിയില്ല. എന്തായാലും കിളിച്ചുണ്ട മാമ്പഴത്തെക്കാട്ടും എൻ്റെ വീട് അപ്പൂവിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തത് ക്രോണിക് ബാച്ചിലർ തന്നെയാണ്. എൻ്റെ വീട് അപ്പൂവിൻ്റെ നല്ലൊരു വിജയമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമ പിന്നീട് സിദ്ദിഖ് തന്നെ തമിഴിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സിദ്ദിഖ് ഇതിന് മുമ്പ് സിദ്ദിഖിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയാണ് അന്ന് തമിഴിൽ റീമേക്ക് ചെയ്ത് ഭയങ്കര ഹിറ്റായതും വിജയ്ക്ക് വലിയൊരു ബ്രേക്ക് ആയതൊക്കെയാണ്, സൂര്യക്ക്. അതുപോലെ തന്നെ ഈ സിനിമ അവിടെ 2004 പൊങ്കൽ റിലീസായിട്ട് ഇറങ്ങി എങ്കളാണ് വിജയകാന്തായിരുന്നു അഭിനയിച്ച്. അതിൽ മമ്മൂട്ടോള് വിജയകാന്ത്, മുകേഷ് ടോള് പ്രഭുദേവൊക്കെ ആയിരുന്നു. പിന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതിൽ ഇന്നസെൻറ്റിൻ്റെ ആ റോള് ചെയ്തത് വടിവേലുവാണ്. പിന്നെ പാണ്ഡ്യരാജ് എന്ന് പറയുന്ന നടനാണ് മറ്റേ ഹരിശ്രേഷാവിൻ്റെ റോള് ചെയ്തത്. പിന്നെ നമിത. അതിൽ ലാലാണ് അവിടെ ലാൽ ലക്സിൻ്റെ റോള് ചെയ്തത്. ഇതിൽ മലയാളത്തിൽ ലാൽ ലക്സ് ചെയ്യുന്ന റോൾ അപ്പുറത്ത് ലാൽ ചെയ്തത്. എനിക്കൊണ്ട് ലാലിൻ്റെ ആദ്യത്തെ തമിഴ് പടമാണെന്ന് തോന്നുന്നു അവിടെ തമിഴിൽ ലാൽ അഭിനയിക്കുന്ന സിനിമ. എന്തായാലും അതും അവിടെ ഭയങ്കര വിജയമായിരുന്നു. സിദ്ദിഖ് തന്നെയായിരുന്നു അത് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ സിദ്ദിഖല്ല സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ജഗപതി ബാബുവാണ് അതിൽ അവർ റോളൊക്കെ ചെയ്തത്. എന്തായാലും ക്രോണിക് ബാച്ചിലർ സിനിമ എന്ന് മമ്മൂട്ടിക്ക് ഒരു വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ആ 2002 ഒരു സിനിമ ഫാൻഡവും കൈനുറുത്ത് മാത്രം ചെയ്ത് നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയത് ക്രോണിക് ബാച്ചിലർ വലിയൊരു കാരണമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് കേട്ട് പിന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആ വർഷം മമ്മൂട്ടി ഇറങ്ങി. പക്ഷേ അത് വലിയ വിജയമല്ലായിരുന്നു. എങ്കിൽ പോലും മമ്മൂട്ടിക്ക് ഒരു വലിയൊരു എന്താ പറയുക ഒരു ആശ്വാസ ഹിറ്റ്, അല്ലെങ്കിൽ വീണ്ടും മമ്മൂട്ട സിനിമകൾ തിയേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്ന ആ ലെവലിലോട്ട് വീണ്ടും എത്തി എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ആ ഒരു സിനിമ അന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുക. എനിക്ക് തോന്നുന്നു അതിലെ പാട്ടുകൾ തന്നെയായിരുന്നു. ആ സിനിമ ആദ്യം ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സോങ്സാണ്. പിന്നെ മുകേഷ് ഗംഭീരമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വേറൊരു ഗെറ്റപ്പിലുള്ള ഒരു സിനിമ. എനിക്കൊണ്ട് മമ്മൂട്ടി അന്നത്തെ ഹെയർ സ്റ്റൈലും ഒക്കെ അന്നൊരു എന്താ പറയുക, അന്ന് കുറേ പേര് അനുകരിച്ചിരുന്നൊക്കെയായിരുന്നു അത്.